മലയാളത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സിനിമയിൽ ദാസനും വിജയനുമായിട്ട് മോഹൻലാലും ശ്രീനിവാസനും അവതരിപ്പിച്ച കഥാപാത്രം നിങ്ങൾ ആരും തന്നെ മറന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ആ കഥാപാത്രം ഏറ്റവും ആദ്യമേ തന്നെ ഒരു പശുവിനെ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് മേടിക്കുന്നു. ആ ലോൺ എടുത്ത് മേടിച്ചതിന് ശേഷം അവരുടെ വലിയ കണക്കുകൂട്ടലുകൾ ഉണ്ടാകുന്നു. ഈ ഒരു പശു 2 പശുവായി മാറും, അങ്ങനെ 50 പശുവായി മാറും, പിന്നെ 500 പശുവായി മാറും. അപ്പോൾ ഒരുപാട് പണം നമുക്ക് കിട്ടും പാല് വിറ്റിട്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കൊന്ന് സുഖിക്കണം എന്ന് പറയുകയും അതിനുശേഷം പശു കരയുന്നത് കേൾക്കുമ്പോൾ എന്ത് രസം, ഇവയുടെ കരച്ചിൽ കേൾക്കാൻ തന്നെ എന്ത് രസം എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഒരു രംഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അപ്പോൾ അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഈ പശുവിന് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ പോലും കാശില്ലാതെ, അതിൽ നിന്ന് ആവശ്യത്തിന് പാല് കിട്ടാതെ ആ ബിസിനസ് ആകെ തകർന്ന് പശു വീണ്ടും കരയുമ്പോൾ ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ട് തന്നെ എനിക്ക് വളരെ മോശമായി തോന്നുന്നു. ഇതിന് ഒന്നും മിണ്ടാതിരുന്നൂടെ, അത് വിശന്നിട്ടായിരിക്കും കരയുന്നത് എന്നൊക്കെ ഇവർ തമ്മിൽ സംസാരിക്കുന്ന ഒരു ദൃശ്യവുമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഏതാണ്ട് മീഡിയ വണ്ണിലെ അജിംസും റാവുത്തറും ഒക്കെ ഇപ്പോൾ അതുപോലെയാണ്. നേരത്തെ സതീശൻ്റെയൊക്കെ വാക്കുകൾ കേട്ടപ്പോൾ ഈ കരച്ചിൽ കേൾക്കാൻ എന്ത് രസം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് ഈ കരച്ചിലിന് അത്ര രസമില്ല, ഇതിന് കുറച്ച് നേരം ബാബൂട്ടി ഇരുന്നൂടെ, മിണ്ടാതിരുന്നൂടെ എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ നമുക്ക് അജിംസിൻ്റെയും റാവുത്തറിൻ്റെയൊക്കെ കരച്ചിൽ കേൾക്കുമ്പോൾ നല്ല രസമാണ് എന്നുള്ളത് പറയാതെ വയ്യ. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അത് PM ശ്രീ പദ്ധതിയാണ്. PM ശ്രീ പദ്ധതി വലിയ പ്രശ്നമാണെന്നും ഇത് യഥാർത്ഥത്തിൽ ഗുജറാത്തിലൊക്കെ കലാപമുണ്ടായത് ഇതുകൊണ്ടാണെന്നും കേരളത്തിലേക്ക് ഇതുപോലെ കലാപം ഉണ്ടാക്കാൻ പാഠ്യപദ്ധതികളിലേക്ക് വിഷം ചേർക്കുകയാണെന്നൊക്കെയാണ് മിസ്റ്റർ അജിംസ് ഇടയ്ക്ക് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ പുള്ളി അതിൽ നിന്നൊന്നും മാറ്റി സതീശനൊന്ന് രക്ഷിച്ചെടുക്കാൻ നോക്കിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, കിഫ്ബിയിൽ നിന്നെടുത്ത് വീടുകളൊക്കെ മറ്റേ സാധാരണ പാലങ്ങളും ബ്രിഡ്ജും ഒക്കെ പണിയുന്ന പോലെ തന്നെയുള്ളൂ, അല്ലാതെ ഇതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇപ്പോൾ പിടിവിട്ട് കരച്ചിലാണ് എന്നുള്ളത് പറയാതെ വയ്യ. നമുക്ക് സത്യത്തിൽ ഇവരുടെ കരച്ചിൽ കേൾക്കാൻ വലിയ രസമാണ്. അപ്പോൾ അത് നമുക്ക് തൽക്കാലം ഒന്ന് കേൾക്കാം. ഇവരുടെ ഈ പറയുന്ന പോലെ പുതിയൊരു പരിപാടി ഉണ്ടല്ലോ, എന്താ ഫൈനൽ ആർഗ്യുമെൻ്റ് എന്നോ ഏതാണ്ട് അവസാനത്തെ ആർഗ്യുമെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഇതിന് അവസാനത്തേതായിരിക്കില്ല, ഇനിയും ഇത് തുടരും. പക്ഷെ എന്താണെങ്കിലും ആ പരിപാടി നമുക്കൊന്ന് കേൾക്കാം. ആ കരച്ചിൽ കേൾക്കാൻ വലിയ രസമാണ്. PMC ധാരണാപത്രം അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞ KM ഷാജി ഇന്ന് പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്ന തീരുമാനം. KM ഷാജിനെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇതിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ ഇത് നിങ്ങളൊന്ന് കേട്ടോളൂ. മന്ത്രിസഭയുടെ ഭാഗമാണ്. തെരുവിൽ പറയുന്നത് വേറെ രാഷ്ട്രീയം എന്നാണ് KM ഷാജിയുടെ ന്യായീകരണം. മിനിമം ലീഗിന്റെയും കോൺഗ്രസിന്റെയും അണികൾക്കെങ്കിലും ആ പൊളിറ്റിക്സ് ഓക്കെ ആകുമോ റാവു? വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. അതായത് തെരുവിൽ ആദ്യം നമുക്ക് റാവുത്തറിന്റെ കരച്ചിൽ കേൾക്കാം. നിഷാദ് റാവുത്തറിന്റെ പറയുന്ന രാഷ്ട്രീയം ഒന്ന്, നടപ്പിലാക്കുന്ന രാഷ്ട്രീയം മറ്റൊന്ന് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തെക്കുറിച്ച് ധാരണയുള്ള ആളുകളോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ സീരിയസ് ആയി ഇൻവെസ്റ്റ് ചെയ്യുന്നവരോ രാഷ്ട്രീയത്തോട് പ്രതിബദ്ധതയുള്ളവരോ പറയേണ്ട ഒരു വാചകമല്ല. അത് തന്നെ ഗുരുതരമായ കുഴപ്പം കിടക്കുന്ന ഒരു വാചകമാണ് അത്. PM ശ്രീ എന്ന് പറയുന്ന സംഗതി ഈ സംസ്ഥാനത്തിന്റെ താല്പര്യത്തിനെതിരാണെന്നും ആ താല്പര്യത്തിനെതിരായിട്ടുള്ള സംഗതി പിണറായി വിജയൻ ഒളിച്ചു കടത്തിയെന്നും ആ ഒളിച്ചു കടത്തിയത് പിണറായി വിജയന്റെയും NDAയുടെയും ഡീലിന്റെ ഭാഗമാണ് എന്ന വളരെ ആഴമുള്ള ആരോപണം ഉന്നയിച്ച ആൾക്കാരാണ് UDF. ആ UDFിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ശ്രീ KM ഷാജി. അദ്ദേഹം ഇന്ന് മന്ത്രിയുമാണ്. ആ ആരോപണം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ശരിയാണല്ലോ, നമ്മുടെ കേരളത്തിന്റെ മതനിരപേക്ഷ താല്പര്യങ്ങളെ ആകമാനം പിണറായി വിജയൻ അട്ടിമറിക്കുകയാണല്ലോ, എങ്കിലും ഈ മതനിരപേക്ഷ താല്പര്യത്തെ സംരക്ഷിക്കുമ്പോൾ KM ഷാജി അടക്കമുള്ള ആളുകൾ വരട്ടെ എന്ന് ജനം തീരുമാനിച്ചുകൊണ്ടാണ് 102 സീറ്റുമായിട്ട് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പറയാണ് അന്ന് ഞങ്ങൾ പറഞ്ഞത് പ്രസംഗിച്ചത് വീട് വരുമെന്ന് പറഞ്ഞ രാഷ്ട്രീയം ഇതൊക്കെ ചുമ്മാ പറഞ്ഞതാണ്, അത് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന്. അപ്പൊ നിങ്ങളുടെ രാഷ്ട്രീയത്തെ കുറിച്ച് ഇപ്പൊ നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിമർശനം എന്താണ്? ഇടതുപക്ഷത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു മതനിരപേക്ഷതയുടെയും പുരോഗമന രാഷ്ട്രീയത്തിന്റെയും കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നയരേഖയുള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് അധികാരം ഉണ്ടായിരുന്ന ഏക സ്ഥലമായിരുന്നു കേരളം. ആ അധികാരം കയ്യിൽ കിട്ടുമ്പോൾ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ നയരേഖ നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ സംഘപരിവാർ വിരുദ്ധത, പുരോഗമന രാഷ്ട്രീയം, അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരായിട്ടുള്ള നിലപാടുകൾ, ജാതിമത ഇനി അടുത്തൊരു കരച്ചിൽ വരാനുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെയുള്ള വിരുദ്ധത എന്നാണ് പറഞ്ഞേക്കണത്. ശരിക്കും ഈ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നേക്കണ ആചാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നിയമം പാസ്സാക്കുമെന്നാണ്, ആചാരങ്ങൾ ലംഘിക്കപ്പെടാതിരിക്കാൻ. ലോബികളുടെ അനധികൃതമായിട്ടുള്ള ഇടപെടലുകൾക്കെതിരായിട്ടുള്ള പ്രതിരോധ ശബ്ദം, അങ്ങനെ നമുക്ക് ഇടതുപക്ഷത്തെ കുറിച്ച് കാഴ്ചപ്പാടും അതൊരു നിലയ്ക്കും കോംപ്രമൈസ് ചെയ്യില്ല ഞാൻ വിചാരിക്കുന്ന ഉന്നതമായിട്ടുള്ള മതനിരപേക്ഷ മൂല്യം അത് നടപ്പിലാക്കുന്നതിന് ചില ഘട്ടത്തിൽ അധികാരവും കൂടി വേണം. അധികാരം ഉണ്ടായിരുന്ന ഏക സ്റ്റേറ്റ് ആയിരുന്നു കേരളം.
പക്ഷെ ആ അധികാരം അവരെന്തിനു പ്രയോജനപ്പെടുത്തിയില്ല? കേരളത്തെ ഒരു മതനിരപേക്ഷ ജനാധിപത്യ ഭൂമികയാക്കി നിലനിർത്താനും അവിടേക്കുള്ള സംഘപരിവാറിന്റെ നുഴഞ്ഞുകയറ്റം തടയാനും പ്രയോജനപ്പെടുത്തിയില്ല എന്നുള്ളത് വിമർശനം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ പറയുന്ന രാഷ്ട്രീയം, നിങ്ങളുടെ കയ്യിൽ അധികാരം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെ നിർവഹിക്കുന്നു? വലിയ ചോദ്യമാണ്. അപ്പൊ അധികാരം കിട്ടിക്കഴിയുമ്പോൾ പറയുന്ന രാഷ്ട്രീയം ഞങ്ങൾ പ്രയോഗിക്കില്ല എന്ന് പറയുന്നതിനാണ് വഞ്ചന എന്ന് മലയാളത്തിൽ പറയുക. അപ്പൊ അതാണ് ഇപ്പൊ UDF പറഞ്ഞത്. അവർ പറഞ്ഞതിന്റെ അർത്ഥം കൂടി അവർക്ക് മനസ്സിലാവുന്നില്ലേ? ഞാൻ വീണ്ടും പറയാം, അവരെല്ലാ വീടുകളിലും കാര്യം പറഞ്ഞ നടന്ന കാര്യം ഇതാണ്. മുസ്ലിം ലീഗുകാർ പ്രത്യേകിച്ചും, അതായത് നോക്കൂ, PMC നടപ്പിലാക്കപ്പെടാൻ പോവുകയാണ്. PMC നടപ്പിലായാൽ ഹിന്ദുത്വ ആശയം സ്കൂളുകളാകെ പടരും. പിന്നെ അറബിക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ പരിപാടിയില്ല, ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറഞ്ഞ പരിപാടിയില്ല. എല്ലാം തച്ചുടയ്ക്കാൻ പോകുന്നു. ആ തച്ചുടയ്ക്കാനുള്ള പരിപാടിക്ക് കുടപിടിച്ചു കൊടുക്കുന്നു ആര്? പിണറായി വിജയൻ. തോൽപ്പിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ജയിച്ചിട്ട് ഇപ്പൊ PMC വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പൊ മുസ്ലിം ലീഗിനെ പോലെ ഒരു പാർട്ടി, ഇപ്പൊ ഒരു മുന്നണി എന്ന് പറയുമ്പോൾ ആ മുന്നണിക്കകത്ത് പല പാർട്ടികളും പല നയനിലപാടുകളും പല അഭിപ്രായങ്ങളും കാണും. അപ്പൊ ഒരു പാർട്ടിക്ക് തെറ്റിയാൽ, അതിന്റെ മദർ പാർട്ടിക്ക് തെറ്റിയാൽ അതിനെ തിരുത്താൻ മറ്റു കക്ഷികൾക്ക് കഴിയണമല്ലോ. ഇവിടെ ആരുമില്ല. LDF നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. LDF ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പല ഇതാണ് നിഷാദ് പറഞ്ഞ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള പോയിന്റ്. നിങ്ങളത് കേൾക്കാതെ പോകരുത്. കാരണം LDF തന്നെ അധികാരത്തിൽ വരുന്നപ്പോൾ അവിടെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെ എതിർക്കാൻ, അത് മാറ്റിവെപ്പിക്കാൻ CPI എങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരുത്തനുമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സങ്കടം. ഈ സങ്കടം പ്രിയപ്പെട്ട നിങ്ങൾ കേൾക്കാതെ പോകരുത്. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട്. PMCയുമായി ബന്ധപ്പെട്ട് മറ്റു പല കാര്യങ്ങളും, പൂരം കറക്കലുമായി ബന്ധപ്പെട്ടും ഒക്കെ CPMന്റെ അഭിപ്രായം CPI ഉണ്ടായിരുന്നു. ഇവിടെ എന്താണ്? VD സതീശൻ തുടക്കം മുതൽ തന്നെ നയപ്രഖ്യാപന പ്രസംഗത്തിലും ധവളപത്രത്തിലുമെല്ലാം കേന്ദ്ര സർക്കാരിനെ സ്പർശിക്കേണ്ടതില്ല, കേന്ദ്ര സർക്കാരിനെ വിമർശിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുമോ? അങ്ങനെ ആയിക്കോട്ടെ എന്ന നിലപാട് ആര് സ്വീകരിക്കാൻ? മുസ്ലിം ലീഗ് സ്വീകരിക്കാൻ. അപ്പുറത്തെ കാര്യത്തിൽ അപ്പുറത്ത് കുറച്ചുകൂടി ഡെമോക്രാറ്റിക് ആയിരുന്നു എനിക്ക് തോന്നുന്നത്. നമ്മൾ CPMനെ കുറിച്ച് പറഞ്ഞ CPM പിണറായി വിജയൻ ആരെയും എതിർക്കാൻ സമ്മതിക്കില്ലാത്ത, ഒരു ജനാധിപത്യത്തിന്റെ കാറ്റും അകത്ത് കടത്താൻ സമ്മതിക്കാത്ത ഒരാളെന്നുള്ള വിമർശനം അദ്ദേഹത്തെ കുറിച്ചുണ്ടായിരുന്നു. അവിടെ ബിനോയ് വിശ്വം വിമർശിച്ചിരുന്നല്ലോ, അവിടെ CPI വിമർശിച്ചിരുന്നല്ലോ. CPI വിമർശനമാണല്ലോ എന്ത് സംഭവിച്ചത്? ഞങ്ങൾ PMC സർക്കാർ ഞങ്ങൾ തീരുമാനമെടുത്തു. ഇവിടെ ആ ജനാധിപത്യവും കാണുന്നില്ല. ഇവരെല്ലാവരും കൂടി ഫസ്റ്റ് ക്യാബിനറ്റിൽ ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കിട്ടാൻ പോകണം, അവിടെ നിന്ന് കുറച്ച് പൈസ കിട്ടുന്നുണ്ട്, അതുമായിട്ട് നമുക്ക് ചില പരിപാടികൾ നടത്താം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് രാഷ്ട്രീയ ശൂന്യത എന്ന് പറയുന്ന ഗുരുതരമായ പ്രശ്നമുണ്ട്. അപ്പൊ ഒരു മാസം ഒരു ഗവൺമെന്റ് പിന്നിടുമ്പോൾ ആ ഗവൺമെന്റിനെ കുറിച്ച് നമ്മുടെ മനസ്സിലുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയം പറയാൻ ഭയപ്പെടുന്ന ഒരു സർക്കാർ. അത് അത് ഞാൻ പറഞ്ഞത്, അത് നമ്മള് കോൺഗ്രസിന്റെ ഒരു എന്താണ്, അതിനൊരു ചരിത്ര വഴി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവന് സീരിയസ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള മതനിരപേക്ഷ രാഷ്ട്രീയം ഉറക്കെ പറയാൻ പറ്റാറില്ല. ഇപ്പോഴാണ് ഏതാണ്ട് കാര്യങ്ങൾ നിഷാദിന് മനസ്സിലായത്. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെയല്ല പറഞ്ഞിരുന്നത്. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നത് കോൺഗ്രസ് ആയിരിക്കും, കൂടാതെ മുസ്ലിം ലീഗ് ആയിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പാവം നിഷാദ് റാവുത്തർ വിലപിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കണ്ണീര് കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ചങ്ക് പൊട്ടി അദ്ദേഹം പറയുന്നത് അവിടെയാണെങ്കിൽ ഒരു CPI എങ്കിലും ഉണ്ടായിരുന്നു, ഇവിടെ ഒരുത്തരമില്ലല്ലോ എന്നാണ് പാവം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യ ഈ വഴിയായത് എങ്ങനെയാണെന്നുള്ള ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാവുന്നതാണ്. ഈ വഴി ഇന്ത്യ ആയി മാറിയത് എങ്ങനെയാണ്? സംഘപരിവാർ അതിന്റെ ഓരോ പ്രോജക്റ്റുമായിട്ട് രംഗത്ത് വരുമ്പോഴും അതിനൊന്നും മനസ്സിലാക്കാനുള്ള ശേഷിയില്ല, അതിനെ തടയാനുള്ള ശേഷിയില്ല, തടയാനുള്ള ആർജവുമില്ല, തടയാനുള്ള പ്രത്യയശാസ്ത്ര ദൃഢതയില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ലീഡർഷിപ്പ് നിൽക്കുമ്പോൾ എന്താ സംഭവിക്കാൻ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ചില ആൾക്കാരൊക്കെ വിചാരിക്കില്ലേ കുറച്ച് PMC വരട്ടെ, എന്താ കുഴപ്പം, കേന്ദ്ര സർക്കാരില്ലേ കുഴപ്പം. പണ്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ VD സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് എന്ന് വെച്ചാൽ മോദിയുടെ ഫണ്ടാണ്. അത് കേന്ദ്ര സർക്കാർ നമുക്ക് അവകാശപ്പെട്ട ഫണ്ടല്ല, നമ്മൾ മേടിച്ചെടുക്കണം എന്നാണ്. ആ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് മോദിയുടെ ഫണ്ടല്ല, നമുക്ക് കിട്ടുന്ന ഫണ്ടാണ് കിട്ടണം. അത് കിട്ടാൻ പക്ഷെ മോദി പറയുന്ന മറ്റേ കാവി പത്രത്തിൽ ഒപ്പിട്ട് കൊടുത്താലേ കിട്ടൂ എന്ന് പറഞ്ഞാൽ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ എന്ന് പറയുകയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് പറയണം, അത് പറഞ്ഞില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര സർക്കാർ കേരളത്തോട് വിവേചനം കാണിക്കുന്നു, ദ്രോഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് ഒരു ഘട്ടത്തിലും പിന്തുണച്ചിട്ടില്ല. അത് നിങ്ങൾ മറ്റേ ക്ലിഫ് ഹൗസിൽ സ്വിമ്മിംഗ് പൂൾ പറഞ്ഞ് പൈസ തീർത്തുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ. നാളത്തെ ബജറ്റ് പ്രസംഗത്തിൽ നമുക്ക് അറിയാൻ പറ്റും ഇതല്ലാതെ വേറെ എന്തൊക്കെ വിഭവ സമാഹരണ പദ്ധതിയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിനകത്ത് KM ഷാജി KM ഷാജി മുസ്ലിം ലീഗിനകത്തെ ഏറ്റവും പോപ്പുലർ നേതാവാണ്. അദ്ദേഹം വേദികളിലേക്ക് വരുമ്പോൾ വലിയ കയ്യടികൾ ഞാൻ നേരത്തെ തന്നെ കണ്ടു. ഭയങ്കര സ്വീകാര്യതയുള്ള ആളാണ്. തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തുന്ന ആളാണ്. പിണറായി വിജയനെ ആഞ്ഞാക്രമിച്ചിട്ടുള്ള ആളാണ്. പിണറായി വിജയന്റെ പരിപാടികൾ നോക്കൂ, അദ്ദേഹത്തിന്റെ പ്രസംഗം നമുക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് LDF സർക്കാർ അധികാരത്തിലുണ്ടായിരുന്ന സമയത്ത് മലബാർ മേഖലയോട് മൈനോറിറ്റിയോട് കാണിച്ച അതിക്രിയകളെല്ലാം പരിഹരിക്കാനാണ്, ആ ബാക്ക്ലോഗ്സ് പരിഹരിക്കാൻ കൂടിയാണ് ഞങ്ങൾ വരുന്നത്. അത് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുകയും അല്ലെങ്കിൽ തെറ്റായി വ്യാഖ്യാനിച്ച് ആക്രമിക്കുകയും ചെയ്തൊരു പ്രസ്താവനയാണ്. പിന്നെ മതം പ്രശ്നമാണ്, മതത്തിന്റെ പേരിൽ ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ആ മതം പ്രശ്നമാണ് എന്ന് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്തിയ ആവട്ടെ. ഇപ്പൊ അദ്ദേഹം പറയാണ് അതൊക്കെ ഞങ്ങളുടെ തെരുവ് പ്രസംഗമാണ്,
ആ തെരുവ് പ്രസംഗം നിങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടായിട്ട് കാണേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത് ഇവർ എന്തിനാണ് ഈ കോംപ്രമൈസ് എടുക്കുന്നത്? ഈ ഷംസുദ്ദീനും KM ഷാജിയും കുഞ്ഞാലിക്കുട്ടിയും ഇവരെല്ലാവരും കൂടി ഈ കോംപ്രമൈസ് എടുക്കുന്നതിനുള്ള ഉദ്ദേശം എന്താണ്? ഗുണം എന്താണ്? ഇവർക്ക് എന്താണ് ഗുണം? അത് വിശദീകരിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ PM ശ്രീയാണ് ഡീലിന്റെ ആണിക്കല്ലെന്ന് പറഞ്ഞവരാണെങ്കിൽ ആണിക്കല്ലെന്ന് ആ പറഞ്ഞപ്പോ എന്ത് ചെയ്തു? അറ്റ്ലീസ്റ്റ് LDF ഗവൺമെന്റ് എന്ത് ചെയ്തു? അത് പോസ് ചെയ്തു. ഞങ്ങൾ ഈ പരിപാടിക്ക് അത് കത്ത് കൊടുത്തു. ഇവരത് തുടരാൻ പോവാണ്. അപ്പൊ സത്യത്തിൽ ഈ ഡീൽ എന്ന ആരോപണം ഇവർ സമ്മതിക്കുകയാണോ? ഡീൽ എന്ന ആരോപണം ഇവർ സമ്മതിക്കുന്നത്? PM ശ്രീ ഡീലായിരുന്നു അന്ന് പറഞ്ഞത്. അപ്പോൾ സത്യത്തിൽ ഡീല് ആരൊക്കെ തമ്മിലാണ് എന്നാണ് പ്രിയപ്പെട്ട നിഷാദ് റാവുത്തർ ചോദിക്കാൻ വേണ്ടി വന്നത്. പക്ഷെ പെട്ടെന്നാണ് മീഡിയ വണ്ണിൻ്റെ ഫ്ലോറാണല്ലോ എന്ന് ആലോചിച്ചത്. അതുകൊണ്ട് അദ്ദേഹം അവിടെ വെച്ച് ചെറുതായിട്ടൊന്ന് ഒരു സ്ലിപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. ഈ നിങ്ങൾ ഇവരുമായിട്ട് ഓൾറെഡി ഡീലായി കഴിഞ്ഞിട്ടുണ്ട്. CPM തിരിച്ചു വരരുത്, അത് തകർക്കണം എന്ന ഡീലിലാണ് നിങ്ങളുള്ളത് എന്ന ആക്ഷേപം തിരിച്ചുന്നയിക്കാം. അതുകൊണ്ട് പരിഹാസ്യമായ ഒരു നിലയിൽ TMCയുടെ കാര്യത്തിൽ കേരളത്തിലെ UDF നേതൃത്വവും അതിന്റെ പ്രധാനപ്പെട്ട കക്ഷികളും എത്തി നിൽക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അത് വിശദീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഈ ആകെയുള്ള ടെക്നിക്കൽ സാധനങ്ങൾ കേന്ദ്ര സർക്കാരിനടുത്ത് പോയി കേരള ഗവൺമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ള ചോദ്യമാണ്. എന്നാൽ പോലും പറയാമല്ലോ, രാഷ്ട്രീയം ഞങ്ങൾ എതിരാണ്, ഇത് ഞങ്ങളുടെ നയത്തിനെതിരാണ്, കേരളത്തിന്റെ താല്പര്യത്തിനെതിരാണെന്ന് പറയാം. അത് പറയുന്നില്ലല്ലോ. അതിനർത്ഥം അവരെന്തൊരു സോഫ്റ്റ് നിലപാട് എടുക്കുന്നതാണ്. ഈ പരിപാടി കൊണ്ട് പോകുന്നത് രസമായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതുകൊണ്ട് പോയാൽ ജനം വോട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ സൗജന്യങ്ങൾ കണ്ടല്ല, നിങ്ങൾ ഉറക്കം പറഞ്ഞ രാഷ്ട്രീയം. എന്താ 100 തെരഞ്ഞെടുപ്പുകൾ നാം തോറ്റുപോയാലും മതനിരപേക്ഷ ആശയത്തിൽ നാം കോംപ്രമൈസ് ചെയ്യരുത്. ഞാൻ ഈ സത്യപ്രതിജ്ഞയ്ക്ക് പോലാണ്. അവിടെ ചിലപ്പോൾ ക്രിറ്റിസൈസിന്റെ ഈ ബൈറ്റ് മാത്രം ഇടയ്ക്കിടയ്ക്ക് പ്ലേ ചെയ്യും. ആദ്യം ഒരു പാട്ട് വരും, അതിനിടയ്ക്ക് മതനിരപേക്ഷതയോട് നാം കോംപ്രമൈസ് ചെയ്യരുത്, പിണറായി വിജയനും VD സതീശനും തോറ്റുപോകും, നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത്. അപ്പോൾ ആ ജനങ്ങൾ ഹർഷാരവും മുടക്കുക ഈ ബൈറ്റിനാണ്. കാരണം ജനത്തിന്റെ ശ്രദ്ധിച്ചേക്കോട്ടെ ഇത്. അതായത് മതനിരപേക്ഷതയോട് നമ്മൾ ഒരു കാലത്തും കോംപ്രമൈസ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇടക്കിടക്ക് പുള്ളിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ഇടക്കിടക്ക് കാണിച്ച സംഭവത്തെക്കുറിച്ചാണ് അന്ന് നിഷാദ് റാവുത്തർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ കേട്ട് ആവേശഭരിതനായിട്ടുള്ള ഒരു നിഷാദ് റാവുത്തറായിരുന്നു. ഇപ്പം അദ്ദേഹം ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒന്നും പറയാം, തെരുവിലെ പ്രസംഗം വേറെയാണ്, ഇത് വേറെയാണ്. കോമഡി ജനം ഈ പരിഹാസം ഉണ്ടല്ലോ, പരിഹാസം അത് പിണറായി വിജയനോടായാലും VD സതീശനോടായാലും ജനം ക്ഷമിക്കുന്ന സംഗതിയല്ല എന്ന് ഓർത്തിരിക്കരുത് ഞാൻ പറയും. നിലപാടുകളുടെ രാജകുമാരൻ എന്നാണല്ലോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അപ്പോൾ ഇനി എനിക്ക് പ്രിയപ്പെട്ട നിഷാദ് റാവുത്തറോട് പറയാനുള്ളത് എന്താണെങ്കിലും സതീശ മേനോൻ നമ്മളെ ചതിച്ചിരിക്കുന്നു. പക്ഷേ ആ സങ്കടം മാറ്റാൻ താങ്കൾ വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും ഒന്ന് പൊട്ടിക്കരയുക. തീർച്ചയായിട്ടും പത്മ മേനോൻ താങ്കളെ ആശ്വസിപ്പിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണെങ്കിലും അങ്ങനെ ആശ്വസിപ്പിക്കട്ടെ. അല്ലെങ്കിൽ തലയിണയിലൊന്ന് കടിച്ചിട്ടാണെങ്കിലും മുഖമമർത്തിയിട്ടാണെങ്കിലും പൊട്ടിക്കരയൂ എന്നുള്ളതാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത്. എന്താണെങ്കിലും ബാക്കിയുള്ള ഒരു ഭാഗവും കൂടി നമുക്ക് കേൾക്കാം. ഇനി നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറയുന്നതിനെ കുറിച്ചും കൂടി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ട അജിംസിൻ്റെ ഒരു കരച്ചിൽ കൂടിയുണ്ട്. അതുകൂടി കേട്ടാലേ ഇത് പൂർണ്ണമാകുള്ളൂ എന്നുള്ളത് ഞാൻ പറഞ്ഞോട്ടെ. വിശേഷിപ്പിക്കുന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ റദ്ദ് ചെയ്യപ്പെടുമെന്ന് ആരോഗ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞതാണ്. മന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ അതേ ന്യായീകരണമാണ് ഇന്ന് KM ഷാജിയും പറയുന്നത്. ആ ഒരു രാഷ്ട്രീയം അത് സ്വന്തം പണികളോട് പറഞ്ഞു നിൽക്കാൻ പറ്റുമോ? സ്വയം ഉൾക്കൊള്ളാൻ പറ്റുമോ KM ഷാജിക്ക്? ദയനീയമാണ് ആ ന്യായീകരണം ഒരു പ്രശ്നം. Cartoons make complex ideas easy to understand. പരസ്യം വന്നാണ് ഇപ്പൊ തന്നെ മാറ്റാട്ടോ. But instead of telling you about how amazing Toonbi really is, why don't I just show you? KM ഷാജിയുടെ VD സതീശന്റെ ദയനീയമായ ന്യായീകരണമാണ്. കാരണം വെച്ചാല് ഞാൻ ഫാക്ട്സ് വെച്ച് സംസാരിക്കുന്ന ആളാണ് എന്ന് പലവട്ടം മുഖ്യമന്ത്രി ആയതിനു ശേഷം മുമ്പ് പറഞ്ഞിട്ടുള്ള ഇതേ അജിംസ് തന്നെ ബിന്ദു കൃഷ്ണ നമ്മുടെ വെള്ളാപ്പള്ളി ഗണേശൻ്റെ അടുത്ത് പോയി തല കുമ്പിട്ട് ആശീർവാദമൊക്കെ മേടിച്ചപ്പോൾ അത് നമ്മൾ VD സതീശൻ വളരെ പുരോഗമനവാദിയാണ്, അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, പക്ഷേ അത്രയും നമുക്ക് എല്ലാ മന്ത്രിമാരിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആളുകൾ തന്നെ ഈ മന്ത്രിസഭയിൽ നിന്ന് വളരെ പുരോഗമനപരമായിട്ടുള്ള നിലപാടുകൾ പ്രതീക്ഷിക്കുന്നത് VD സതീശൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമാണ്. പക്ഷെ അതൊന്നും തന്നെ ഒരിക്കലും നമുക്ക് മറ്റു മന്ത്രിമാരിൽ നിന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒന്ന് തഴുകി തലോടി പൗഡറൊക്കെ ഇട്ട് നിർത്തിയതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിനും പിടിവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പലവട്ടം പറഞ്ഞിരുന്നത്. പക്ഷേ ഈ പോഴന്മാർക്ക് മനസ്സിലായില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും നമുക്കൊന്നുകൂടി ഇത് കേൾക്കാം. എന്താണ് ഫാക്ട്സ്? അദ്ദേഹം വളരെ സ്റ്റഡി ചെയ്തിട്ട് കാര്യങ്ങൾ സംസാരിക്കുള്ളൂ, ഫാക്ച്വൽ അല്ലാതെ കാര്യങ്ങൾ സംസാരിക്കില്ല. ഇപ്പൊ PM ശ്രീയിൽ നിന്ന് കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടു, ഞങ്ങൾക്ക് പിന്മാറാൻ പറ്റില്ല എന്നത് കള്ളമാണ്. ഇവിടെയാണ് ജിംസിനോട് എനിക്ക് പറയാനുള്ളത്. ഈ കള്ളം എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിക്കരുത്. അതിപ്പോൾ പിണറായി വിജയൻ കള്ളം പറഞ്ഞാൽ കള്ളം എന്ന് പറയാം, അജിംസ് കള്ളം പറഞ്ഞാൽ കള്ളം എന്ന് പറയാം, രതീഷ് ചക്രവർത്തി
കള്ളം പറഞ്ഞാൽ കള്ളമെന്ന് പറയാം, അല്ലെങ്കിൽ നുണ പറഞ്ഞാൽ നുണയെന്ന് പറയാം. പക്ഷേ ഈ വാക്കുകൾ അജിംസ് ഉപേക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് എന്നോട് മറ്റാരും പറഞ്ഞതല്ല. സ്മൃതി പരുത്തിക്കാട് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്. കള്ളം, നുണ എന്നൊന്നും സതീശൻ്റെ വാക്കുകളെക്കുറിച്ച് നമ്മൾ പറയരുത്. പകരം നമ്മൾ വേണമെങ്കിൽ അദ്ദേഹം പറഞ്ഞത് വാസ്തവമല്ല എന്നോ വാസ്തവ വിരുദ്ധമാണെന്നോ ഒക്കെ പറയാം. അല്ലെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അജിംസ് അറിയേണ്ടത് ഇപ്പോൾ മീഡിയ വണ്ണിൽ നിന്ന് ഇപ്പോൾ സ്മൃതി പരുത്തിക്കാട് ഇറങ്ങി റിപ്പോർട്ടറിൽ പോയതുകൊണ്ടാണ്. സ്മൃതി മീഡിയ വണ്ണിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കർണക്കുറ്റിയുടെ അടി കിട്ടിയത്. പിന്നെ അടിയൊന്നും കിട്ടലൊന്നും അജിംസിന് വലിയ പ്രശ്നമല്ലെന്ന് എനിക്കറിയാം. കാരണം അജിംസ് അങ്ങനെ ഗീവ് ആൻഡ് ടേക്ക് പോളിസിയുള്ള ഒരാളാണ്. കിട്ടുക, കൊടുക്കുക, വീണ്ടും കിട്ടുക എന്നൊക്കെയുള്ള പോളിസിയുള്ള ഒരാളാണ്. പക്ഷെ പറന്നു പോരുത് എന്ന് പറഞ്ഞ് ഈ ഒരു കാര്യത്തിൻ്റെ പുറത്ത് വെറുതെ അടിമേടിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇനി മുതൽ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട അജിംസ്. ശരിയാണ്, ഞങ്ങൾക്ക് പിന്മാറാൻ പറ്റില്ല എന്നെങ്ങനെയാണ് പറയാൻ? ഇതൊരു കരാറോ ഒന്നുമല്ല, ഇതൊരു MOU ആണ്, ധാരണാപത്രമാണ്. ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി രണ്ട് കക്ഷികൾ തമ്മിൽ ഒരു ധാരണയിലെത്തുന്നു. അത് ധാരണാപത്രം മാത്രമാണ്. അപ്പൊ ആ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരല്ല, സംസ്ഥാന സർക്കാരാണ്. അവർ 60% ഫണ്ട് തരും, 40% നമ്മൾ ഫണ്ട് എടുത്ത് നമ്മൾ നടപ്പാക്കണം. അപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഏജൻസി പറയുകയാണ് ഞങ്ങൾക്ക് ഇത് താല്പര്യമില്ലെന്ന് തീർന്നു. അവരുടെ കൂടി കൺസേൺ കൂടി ഉയർന്നാവും, മ്യൂച്വലായിട്ട് അത് തീർക്കാവുന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇത് പറ്റില്ല. ഇതിൽ ഞാൻ അജിംസിനെ കൺഗ്രാലേറ്റ് ചെയ്യുന്നു. കാരണം എന്ന് വെച്ചാൽ വല്ലപ്പോഴുമെങ്കിലും ഒരു സത്യം പറയുന്നതിൽ ഞാൻ അജിംസിനെ കൺഗ്രാലേറ്റ് ചെയ്യുന്നു. മിക്കപ്പോഴും നുണയാണ്, പക്ഷേ ഇതിൽ അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. ആ സത്യമായതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ എന്ത് ചെയ്യുന്നു, വളരെയധികം താങ്കളെ അഭിനന്ദിക്കുന്നു. അല്ല, ഇതൊന്നും നടപ്പാക്കിയേ പറ്റും, ഞങ്ങൾ 60% പൈസ നിങ്ങൾ വാങ്ങിയേ പറ്റും എന്ന് കേന്ദ്രത്തിന് പറയാൻ പറ്റും? ഇല്ല. അതിന് പകരം അവരെന്താണ് ചെയ്തത്? ഇപ്പൊ പഞ്ചാബിന്റെ ഉദാഹരണം എടുക്കാം. ഈ പഞ്ചാബ് ഇത് സൈൻ ചെയ്തതാണ്, പിന്നീട് അവർ ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ പ്രതികാര നടപടി സ്വീകരിച്ചു. അവർക്കെതിരെ പ്രതികാര നടപടി തമിഴ്നാടോട് സ്വീകരിച്ച പോലെ SSA ഫണ്ട് തടഞ്ഞു വെച്ചു. അതാണ് ചെയ്തത്. തമിഴ്നാടിനും ചെയ്തു. തമിഴ്നാടിനെ ചെയ്തിട്ട് തമിഴ്നാട് ചെയ്തത് ഞങ്ങൾ PMC നടപ്പാക്കില്ല, ഞങ്ങൾക്ക് അതിൻ്റെതായ രാഷ്ട്രീയമായ കാരണമുണ്ട്, നിങ്ങൾ SSA ഫണ്ട് തരാതിരുന്നാൽ ഞങ്ങൾ കോടതിയിൽ പോകും. സുപ്രീം കോടതിയിൽ പോയി. ആ വാർത്ത നമ്മൾ വായിച്ചാണല്ലോ, നമ്മളിപ്പോൾ വായിച്ചാണ് ഇത്. സുപ്രീം കോടതിയിൽ പോയി തമിഴ്നാട് വാർത്ത. കഴിഞ്ഞ ഡിസംബർ 15-ാം തീയതി ലോക്സഭയിൽ ഡീൻ കുര്യാക്കോസും അടൂർ പ്രകാശും ഇത് സംബന്ധിച്ച് ചോദ്യം ചോദിക്കുകയാണ്. PMC ഒപ്പിട്ടാൽ പിന്മാറാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. കുറെ അധികം വിവരങ്ങൾ, എത്ര ഫണ്ട് കൊടുത്തു, ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തു, കേരളത്തിന് എന്ത് കൊടുത്തു എന്നൊക്കെ ഉറപ്പ് കൊടുക്കണം. അപ്പൊ അതില് PMCയുടെ എതിർപ്പ് പ്രകടിപ്പിച്ച രണ്ട് സംസ്ഥാനങ്ങളാണ് തമിഴ്നാടും വെസ്റ്റ് ബംഗാൾ. തമിഴ്നാടും വെസ്റ്റ് ബംഗാളും ഈ സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഭാഗമായി തമിഴ്നാടിന് അപ്രൂവ് ചെയ്ത തുക 1847 കോടി രൂപയാണ്. ഈ ഡേറ്റ് ഓർക്കണം, ഡിസംബർ, കഴിഞ്ഞ ഡിസംബറാണ്. അതായത് നമ്മൾ PMC ഒപ്പിട്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്താണ് ഈ ചോദിക്കുന്നത്. അതിൽ 450 കോടി രൂപ ആ സമയത്ത് റിലീസ് ചെയ്തിട്ടുണ്ട്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഡിസംബർ ആവുമ്പോഴത്തേക്കും അതിൽ 450 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ബംഗാളിന് ഒരു പൈസ കൊടുത്തിട്ടില്ല. PM പോഷൻ സ്കീം, അത് ഉച്ചവർഷത്തുള്ള സ്കീമാണ്. അതിൽ തമിഴ്നാടിന് അലോക്കേറ്റ് ചെയ്ത് 495 കോടി രൂപയാണ്. അതിൽ 352 കോടിയും കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് ഉല്ലാസ് സ്കീമാണ്. ഉല്ലാസ് സ്കീം എന്ന് പറഞ്ഞാൽ 15 വയസ്സ് കഴിഞ്ഞ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സ്കീമാണ്. അതിൽ തമിഴ്നാട് അലോക്കേറ്റ് ചെയ്ത് 15 കോടിയാണ്. അതിൽ 7 കോടിയും കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കൊടുത്തത്? കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി പറഞ്ഞ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചു. ആ കേസിൽ തീർപ്പായിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ സുപ്രീം കോടതി നോട്ടീസ് അയച്ചു കേന്ദ്രത്തിന്. അപ്പോ ഇതിൽ മാർഗങ്ങളില്ലാത്തതുകൊണ്ടല്ല, ഈ സർക്കാർ കേന്ദ്രവുമായി ഒരു ഏറ്റുമുട്ടലിന് തയ്യാറല്ല. അങ്ങനെ ഏറ്റുമുട്ടി ഫണ്ടിന് വേണ്ടി അടിയുണ്ടാക്കി എല്ലാ ദിവസവും കോടതിയിൽ പോയി, ഗവർണർക്കെതിരെ കോടതിയിൽ പോയി, കേന്ദ്രത്തിനെതിരെ കോടതിയിൽ പോയി. കഴിഞ്ഞ സർക്കാർ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയും ആരോപണങ്ങൾ LDF-ന് ഉയരുകയാണ്. ഏത് ഡീൽ ആരോപണം ഉയരുന്നു, പല രീതിയിൽ കേന്ദ്രവുമായി കോംപ്രമൈസ് ചെയ്യുന്നു, രാഷ്ട്രീയമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നുള്ള വിമർശനം ഉയർന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ സർക്കാർ പല വിഷയങ്ങളിൽ ഗവർണർക്കെതിരെ കേന്ദ്രത്തിനെതിരെ കോടതിയിൽ പോയിട്ടുണ്ട്. ഈ സർക്കാർ അതിന് തയ്യാറല്ല എന്ന നയപ്രഖ്യാപനമാണ് നടന്നത്. അങ്ങനെയാണ് നയപ്രഖ്യാപന പുസ്തകത്തിലെങ്കിലും വേണം. അതിൽ മൗനം പാലിക്കുന്നു. അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളിലും ഒരുതരം ദുരൂഹമായ മൗനം VD സതീശൻ സർക്കാർ പുലർത്തുന്നുണ്ട്. അതിൽ ഏറ്റവും ഗ്ലെയറിംഗ് ആയിട്ടുള്ള എക്സാമ്പിളാണ് PM ശ്രീ. PM ശ്രീയിൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ PM ശ്രീ VD സതീശൻ പറയുന്നത്, ഞാൻ പറഞ്ഞത് മന്ത്രിസഭ അറിയാതെ ഒപ്പിട്ട് തന്നെയാണ് ഞാൻ വിമർശിച്ചത്. ശരിയാണ്, മന്ത്രിസഭ അറിയാതെ ഒപ്പിട്ടത് എന്തിനാണെന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ PM ശ്രീ പദ്ധതിയെ കുറിച്ചുള്ള UDF-ന്റെ നിലപാടെന്തായിരുന്നു? പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ നിലപാടെന്തായിരുന്നു? ഉറപ്പാണ് മുസ്ലിം ലീഗാണ് അതിൽ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരുന്നത്. PM ശ്രീ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തെ കാവൽക്കരിക്കാനുള്ള ശ്രമമാണ്. വേറെ കാര്യമില്ല. നിലപാടുകളുടെ രാജ്യകുമാർ VD സതീശൻ പറയുമ്പോൾ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ നിലപാടെന്താണ്? PM ശ്രീ പദ്ധതിയെ കുറിച്ച് അല്ലെങ്കിൽ NEP കുറിച്ച്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ച് അല്ല, കോൺഗ്രസ് അങ്ങനെ നിലപാടില്ല. കോൺഗ്രസ് ഈ ത്രിഭാഷ പദ്ധതി എതിർക്കുന്നില്ല. ഇപ്പൊ തമിഴ്നാട്ടിൽ DMK ഉയർത്തുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, ഈ 3 ഭാഷ പഠിക്കാൻ പറ്റില്ല. അങ്ങനെ കോൺഗ്രസ് ഒരു വാദമില്ല. എന്നും അതല്ല, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയമായ എതിർപ്പ് ഉയർത്തിയിട്ടില്ല. ഒപ്പിട്ട് കർണാടകയിൽ BJP 2022-23 കാലഘട്ടത്തിലാണ് ഈ PM ശ്രീ പദ്ധതി കൊടുക്കുന്നത്. അതിപ്പോൾ 2027 മാത്രമേ ഉള്ളൂ. അതിൽ ഏറ്റവും ആദ്യം കാശ് മേടിച്ചവരിൽ ഒരാൾ അശോക് ഗെഹ്ലോട്ടാണ്. എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ മുഖ്യമന്ത്രിയാണ്.
അന്ന് കോൺഗ്രസിൻ്റെ ഭരണമായിരുന്നു. അപ്പോൾ അദ്ദേഹം കാശ് മേടിച്ച ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കോൺഗ്രസിന് നിലപാടില്ല എന്നുള്ളത് അജിംസ് ഇപ്പോഴെങ്കിലും തിരിച്ചറിയുന്നത് നന്ന്. പക്ഷേ അജിംസിൻ്റെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിലായിരുന്നു. അതും ഈ പറയുന്ന പോലെ ഹുദാഗവ യാതൊരു പ്രയോജനമില്ലാതായിപ്പോയി. യഥാർത്ഥത്തിൽ കെ എം ഷാജി മാത്രമല്ല, നമ്മുടെ ഷംസുദ്ദീൻ മണ്ണാർക്കാട് എന്നുള്ള അദ്ദേഹവും ഇപ്പോൾ പറയുന്നത് ഇത് നടപ്പാക്കാതെ വേറെ വഴിയില്ലെന്നാണ്. പിന്നീട് കോൺഗ്രസ് സർക്കാർ ഒരു എതിർപ്പ് പറഞ്ഞിട്ടില്ല. അത് ഇതിന്റെ പ്രശ്നമായിരിക്കും അല്ലേ? ഇവരിപ്പോ അഭിപ്രായം പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസിന് ദേശീയ അടിസ്ഥാനത്തിൽ നയമില്ലാത്തതുകൊണ്ടാണ്. നയമില്ല, ഇവിടെ കോൺഗ്രസ് നയമില്ല. അല്ല, അതിന്റെ പ്രശ്നം വെച്ചാൽ CPM അങ്ങനത്തെ വ്യത്യസ്ത നയമുള്ള CPI നിലപാട് സ്വീകരിച്ചില്ല. ആ വ്യത്യസ്ത നയം ലീഗ് കാണിക്കുന്നില്ല. ഇനി വേറെ കാര്യം, ഈ കേരളത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാന്ന് വെച്ചോ. ഇതിപ്പോ നമ്മൾ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ കുറിച്ച് ചോദിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ആരോട് ചോദിക്കും? KPCC അധ്യക്ഷൻ ആരോട് നമ്മൾ ചോദിക്കാം? ഇതിൽ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എന്താ? KPCCയുടെ വെബ്സൈറ്റിൽ ഇപ്പൊ പോയി നോക്കണം. ആരാ പ്രതിപക്ഷം അറിയാം? VD സതീശൻ. യെസ്, ആ സൈറ്റ് തന്നെ ഉറങ്ങില്ല, അതൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇന്ദിരാഭവനുണ്ടോ? കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി പി ഉണ്ടോ? അതിൽ KPCC അധ്യക്ഷനുണ്ടോ? രാഷ്ട്രീയ സമിതി ഉണ്ടോ? രാഷ്ട്രീയ സമിതി എന്ന് പറഞ്ഞാൽ അതത് ദിവസങ്ങളിൽ രാഷ്ട്രീയ അധ്യക്ഷനുണ്ട്. ഈ നിരാശ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ആദ്യം PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിന് വിമർശിച്ചു, VD സതീശനെ പറയുന്നത് കള്ളമാണ് എന്നുള്ളത് വിമർശിച്ചു, ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന് നിലപാടില്ലെന്ന് വിമർശിച്ചു, മുസ്ലിം ലീഗ് മിണ്ടാത്തത് എന്താണ് ഗോവിന്ദൻകുട്ടി മിണ്ടാത്തത്, കുട്ടി മിണ്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ പ്രതീക്ഷയും വിട്ടു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു വരുന്നത് കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടിയില്ല. കോൺഗ്രസിൻ്റെ വെബ്സൈറ്റൊന്നും ആരും നോക്കാറൊന്നുമില്ല. അതിലിപ്പോഴും പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണെന്നാണ് പറയുന്നത്. അതൊക്കെ കുഴപ്പമില്ല, VD സതീശനും അതിൽ പ്രശ്നമില്ല. കാരണം പുള്ളി ആക്ച്വലി മുഖ്യമന്ത്രി ആയല്ലോ. ഈ വെബ്സൈറ്റിലായില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊക്കെ തന്നെ ആയത് എത്ര പെടാപ്പാട് പെട്ടിട്ടാണ്, അദാനിയൊക്കെ ആയിട്ട് എന്തൊക്കെ ഡീൽ ഉണ്ടാക്കിയിട്ടാണെന്നുള്ളത് നമുക്ക് ഞാൻ അടുത്ത പോഡ്കാസ്റ്റിൽ നിങ്ങളോട് കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. അപ്പം അന്നേരം നമുക്ക് ബാക്കിയുള്ളത് പറയാം. ഇതും കൂടി ലാസ്റ്റത്തെ കരച്ചിലും കൂടി ഒന്നുകൂടി കേൾക്കാൻ നമുക്ക് സുഖമുള്ള ഒരു കരച്ചിലായതുകൊണ്ടാണ്. പിന്നെ കോൺഗ്രസിന്റെ ഭരണഘടന നോക്കാൻ വേണ്ടിയാണ് ജിംസ്. തമാശ ചിരിപ്പിക്കാതെ പോവാ ജിംസ്. അപ്പോ ഇതിൽ രാഷ്ട്രീയമാണ് തീരുമാനിക്കും, മുഖ്യമന്ത്രി തീരുമാനിക്കും. അപ്പൊ ഇത് തന്നെയാണ് ഈ വിഷയം തന്നെയല്ലേ CPM-നെതിരെ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ആശയം. സർക്കാർ പ്രവർത്തിക്കുന്നു, പാർട്ടി നിശ്ചലമാണ്, പാർട്ടിക്ക് തിരുത്താൻ കഴിയത്തില്ല സർക്കാർ എന്നൊക്കെ UDF വിമർശിച്ചുകൊണ്ടെന്നാണ് അതേ കാര്യത്തിലൂടെ നടക്കുന്നത്. അപ്പോ ഈ ഒരു മാസത്തിനുള്ളിൽ, അധികാരമേറ്റ ഒരു മാസത്തിനുള്ളിൽ ഇത്രയും നിശിതമായ വിമർശനങ്ങൾ ഉയർന്നിട്ടുള്ള നിലപാടില്ലായ്മ ഈ സർക്കാർ ഉണ്ടാക്കും എന്ന് ഈ സർക്കാരിന് വോട്ട് ചെയ്ത് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നൗഫലിന് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. നൗഫലിന് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ട് കാര്യമില്ല. എന്താണെങ്കിലും ഈ രണ്ട് മൗദൂദിയൻ കരച്ചിലുകളോടുകൂടി നമുക്കൊന്ന് ആശ്വസിക്കാം. എനിക്ക് അജിംസിനോട് പറയാനുള്ളത്, അജിംസ് ആ ബുള്ളറ്റ് എടുത്ത് 2 റൗണ്ട് ഒന്ന് ഓടിച്ചിട്ട് ഒരു എക്സസൈസും ചെയ്തിട്ട് വന്ന് കിടക്കൂ. രണ്ട് സങ്കടത്തോടുകൂടി ഈ പറയുന്ന പോലെ തലയിണയിൽ കടിച്ചു പിടിച്ചൊന്ന് കരയൂ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നിഷാദിൻ്റെ വീട്ടിൽ ആശ്വസിപ്പിക്കാനായിട്ട് ഒരു മേനോൻ ചതിച്ചെങ്കിലും മറ്റൊരു മേനോൻ നമ്മൾ ആശ്വസിപ്പിക്കാനുണ്ട് എന്നുള്ള ആശ്വാസത്തിൽ തൽക്കാലം സംതൃപ്തി അടയും. ഇനി എന്താ കാണാനിരിക്കുന്നു എൻ്റെ അജിംസും നിഷാദും ഒക്കെ.